നമസ്കാരം, GCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടം. പാടത്തും അടൂരും പാലം തകർന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരാജയപ്പെടുത്തിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഏനാദിമംഗലത്ത് ഇടതുമുന്നണിയുടെ ശ്രമമെന്ന് ദളിത് കോൺഗ്രസ്. ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സൗജന്യ റേഷൻ നൽകണമെന്ന് DYFI. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടം. കാലം തെറ്റി താണ്ഡവമാടുന്ന മഴ പ്രദേശമാകെ ഭീതിയോടെ പെയ്തിറങ്ങുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ശക്തിയാർജിച്ചും ശോഷിച്ചും പെയ്യുന്ന മഴ കഴിഞ്ഞ ദിവസം അത്യന്തം ശക്തിയോടെ പെയ്യാൻ ആരംഭിച്ചത് പ്രദേശമാകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പത്തനാപുരത്തിന്റെ കിഴക്കൻ മലയോര മേഖലയായ പാടം, മാങ്കോട്, പൂങ്കുളഞ്ഞി പ്രദേശങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായും അറിയാൻ കഴിയുന്നു. പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങൾ മിക്കതും വെള്ളത്തിനടിയിലാണ്. നൂറ്റാണ്ട് പഴക്കമുള്ള അടൂർ പഴയ പാലം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ തകർന്നു വീണു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പാലം തകർന്നത്. പുലർച്ചെയായതിനാൽ വൻ ദുരന്തമൊഴിവായി. അടൂർ ടൌണിലെ സ്വകാര്യ ബസ് വേയോട് ചേർന്ന് MC റോഡിന് സമാന്തരമായി വലിയ തോടിന് കുറുകെയുള്ള പാലമാണിത്. 24 വർഷം മുമ്പ് പുതിയ പാലം പണിതതോടെ ഈ പാലം ഓട്ടോ സ്റ്റാൻഡും നടപ്പാതയുമായി ഉപയോഗിച്ചു വരികയായിരുന്നു. ഇന്നലെയും രാത്രി 9 മണിവരെ ഈ പാലത്തിൽ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നു. പാലവും റോഡും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന അപ്രോച്ച് റോഡ് മഴയിൽ പൂർണ്ണമായും ഇടിഞ്ഞു മാറിയതാണ് പാലം തകർന്നു വീഴുവാൻ കാരണം. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം കുടിവെള്ളം എത്തിച്ചിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഈ പാലത്തിലൂടെ കടന്നുപോയിരുന്നു. പാലം തകർന്നതോടെ പൈപ്പ് ലൈൻ പൊട്ടിമാറി നഗരത്തിൽ ശുദ്ധജല വിതരണവും താറുമാറായി.